മത്തായി 9:15. എന്താ വചനം പഠിപ്പിക്കുന്നത്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ദുഃഖം ആചരിക്കാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഉപവസിക്കും. എൻ്റെ സഹോദരൻ, മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന നാളുകൾ വരും. നമ്മുടെ കർത്താവ് ശാരീരികമായി നമ്മോടൊപ്പമില്ല. കർത്താവിൻ്റെ സ്പിരിച്വൽ പ്രസൻസ് ആണ് നമ്മോടൊപ്പം, ആത്മീയ സാന്നിധ്യം. നമ്മുടെ മണവാളൻ നമ്മൾ കാണുന്നൊരു ദിവസമുണ്ട്, അതവൻ്റെ പ്രത്യാഗമന നാളിൽ. നമ്മുടെ മരണശേഷം കർത്താവിനെ നമ്മൾ കാണും. ഇപ്പോൾ നമ്മോടൊപ്പം കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അല്ല, സ്പിരിച്വൽ പ്രസൻസ് ആണ്. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? തീഷ്ണതയോട് ഉപവസിക്കണം. മണവാളൻ ശാരീരികമായി നമ്മോടൊപ്പം ഇല്ലാത്തൊരു കാലമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഉപവസിക്കേണ്ട നാളുകൾ. ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും കർത്താവ് പഠിപ്പിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാമത്തെ വചനം, 2:20. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. അന്ന് അവർ ഉപവസിക്കും. അപ്പോൾ നമ്മൾ ഉപവസിക്കേണ്ട നാളുകളായത്. നമ്മുടെ കർത്താവ് ശാരീരികമായി നമ്മോടൊപ്പമില്ല, നമ്മൾ ഉപവസിക്കേണ്ട നാളുകളാണിത്. ദൈവജന ഉപവാസത്തിന് കൃപയിലേക്ക് മടങ്ങി വരേണ്ട നാളുകൾ. നമ്മൾ ഉപവസിക്കുന്ന കുടുംബങ്ങളായി, ഉപവാസത്തിന്റെ സഭയായി, ഉപവസിക്കുന്ന സഭാ സമൂഹങ്ങളായി, ഉപവാസത്തിന്റെ കൂട്ടായ്മകളായി ഈ നാളുകളിൽ നമ്മൾ ഉണരണം സഹോദരങ്ങളെ. ഇത് ദൈവ പദ്ധതിയാണ്.